ഹേ ഹലോ ഗായ്സ്, വെൽക്കം ടു വിക്കി എക്സ്പ്ലനേഷൻ. എനിക്കെന്തായാലും കോളേജിൽ പോയി അവിടുത്തെ മറിച്ചിലും ചാട്ടവും എല്ലാം കഴിഞ്ഞ് വന്ന് ദേഹത്ത് വേദനയും പനിയും വലിയ സൂക്കേടാന്നേ. അതിന് അമ്മയുടെ വായിരിക്കുന്ന കേട്ടു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്കല്ലേ ഇങ്ങനെ ആഘോഷിക്കാനുള്ളൊരു അവസരം കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ കുത്തിമറിയും. എന്തായാലും എൻ്റെ ശബ്ദത്തിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ സൻഹെ ഹേജുവിനെ വിളിച്ചുകൊണ്ട് പോയി ജുവാനെ പ്രപ്പോസ് ചെയ്ത ചെറുക്കനെ ചാടിക്കാൻ വേണ്ടി പോകുന്ന സീനാണ് കാണിച്ചത്. അതെല്ലാം സ്കൂളിലുള്ള പിള്ളേർ ബാക്കിയുള്ളവരെല്ലാം അറിഞ്ഞായിരുന്നു. ഹേജു വന്നു കഴിഞ്ഞ് ആ ചെറുക്കനെ വിളിച്ചുകൊണ്ട് പോയി. ഇവന്മാർ 3 പേരും വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. സ്കൂളിൽ തന്നെ ഇവിടെ ലൈക്ക് അങ്ങനെ ആൾ പോകാത്ത സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത്. അവിടെ നിന്നിട്ട് അവനോട് സൻഹയെ ചോദിക്കുന്നുണ്ട്, നീ എന്താ അവളോട് പറഞ്ഞതെന്ന്. അപ്പോൾ അവൻ പറയുന്നത്, അവൾ എന്നോട് പറഞ്ഞിരുന്നു ആരോടും പറയരുതെന്ന്. പറയടാന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അവൾക്കൊരു അമ്മയില്ലാത്ത കാര്യം ഞാൻ അവളോട് പറഞ്ഞായിരുന്നു, അവളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ അവൻ പറഞ്ഞപ്പോൾ അവന്മാർക്ക് ദേഷ്യം വന്നിങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ പിള്ളേരോട് ജുവാനും കൂട്ടുകാരി ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച, മറ്റേ ചെറുക്കൻ താഴെ കിടന്നിട്ട് ഹേജുൻ അവൻ്റെ മണ്ടയ്ക്ക് ഇട്ടിങ്ങനെ തല്ലുന്ന പോലെ അവൾക്ക് തോന്നുന്നേ. പക്ഷെ സംഭവം അതല്ലായിരുന്നു. അവൾ പക്ഷേ വന്നപ്പോഴേ അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴേ അവളുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ അവനാണ് അമ്മ, നിനക്ക് അമ്മയില്ലാത്ത കാര്യമൊക്കെ അവളങ്ങ് പറഞ്ഞുള്ള സത്യങ്ങളെല്ലാം കൂടെ. ഇവനാണ് ഒരക്ഷരം മിണ്ടിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അവനപ്പോൾ പറഞ്ഞു, ഞാനൊന്നും മിണ്ടിയില്ലായിരുന്നു. എന്നാൽ പറയണ്ടായിരുന്നു, ഇന്ന് നിനക്ക് കിട്ടൂടാന്നുള്ള രീതി അവൾ നോക്കുന്നത്. സംഭവം എന്തെന്ന് വെച്ചാൽ, ഇവന്മാർ അവനോട് ചോദിച്ച് ഇങ്ങനെ അടുത്തോട്ട് ചെല്ലുന്നപ്പോൾ അവൻ തന്നെ അവൻ്റെ കാല് സ്ലിപ്പായി താഴോട്ട് വീഴാൻ പോയപ്പോൾ ഹേജുവിന് അവനെ പിടിക്കാൻ പോയി. അവനും അവൻ്റെ മണ്ടയ്ക്കോട്ട് വീണ്. ഇതാണ് സംഭവിച്ചത്. പക്ഷെ അവൾ വിചാരിച്ച് അവനെ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് അവളുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. എൻ്റെ വായിൽ എല്ലാം അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്ന കൂട്ടത്തിൽ ഹേജിന് അവനോട്, നിനക്ക് അവളുടെ കൂട്ടുകാരനാവാൻ പോലെയുള്ള യോഗ്യതയില്ല. അപ്പോൾ ആ ചെറുക്കൻ പറയുന്നുണ്ട്, അത് നിങ്ങളല്ലല്ലോ പറയേണ്ടത്, അത് അവളല്ലേ പറയേണ്ടതെന്ന്. നിന്നെ ഞാൻ എന്നും പറഞ്ഞ് അവൻ അങ്ങ് പോകുന്നു ഹേജു. പിന്നെ അവൻ എന്തോ പറയണമെന്ന് അറിയത്തില്ല. പുറകെ നമ്മുടെ ഡാലും ഉണ്ടായിരുന്നു. അവൾക്ക് ഇന്നത്തെ എന്നാ പറയാനാ. എന്തുവായാലും സ്കൂൾ കഴിഞ്ഞ് സൻഹയും ജുവാനും കൂടെ തിരിച്ച് വീട്ടിലോട്ട് നടക്കുന്ന വഴിക്ക് സൻഹ അവളോട് പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടും ഓക്കെ ആയിരിക്കണമെങ്കിൽ നീ ഓക്കെ ആവണം. ഞങ്ങൾ നിന്നോടെല്ലാം വന്ന് പറയണമെങ്കിൽ നീയും ഞങ്ങളോടെല്ലാം വന്ന് പറയണം. ഞങ്ങൾക്ക് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നിന്നോട് വന്ന് ഞങ്ങൾ പറയും എന്നെല്ലാം പറഞ്ഞപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇനി എന്തുണ്ടായാലും എന്ത് സംഭവിച്ചാലും ഞാൻ വന്ന് പറയാം എന്നൊക്കെ. അടുത്ത് ജുവാൻ്റെ പപ്പയുടെ റെസ്റ്റോറൻ്റാണ് കാണുന്നത്. അവിടെ നമ്മുടെ സൻഹയുടെ അമ്മയും അവരുടെ മോളും കൂടെ വന്നേക്കുവാണ്. പുള്ളിക്കാരിയും അറിയാം സൻഹയെ കാണാൻ വന്നതാണ്. സൻഹ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൻ വരാറാവുന്നേ ഉള്ളൂ, ഇവിടെ വെയിറ്റ് ചെയ്ത് അവനെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോട്ടെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ എന്തായാലും അവരവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജുവാനും സൻഹയും കൂടെ അങ്ങോട്ട് വന്ന്, സൻഹ വരുന്ന കണ്ടുകൊണ്ട് അനീത്തി കൊച്ച് അമ്മയോട് പറയുന്നുണ്ട്, ദേ ചേട്ടൻ വരുന്നു എന്ന്. സൻഹയാണെങ്കിൽ മേളിലോട്ടാണ് കയറിപ്പോയത്. ജുവാനാണ് റെസ്റ്റോറൻറ്റിലോട്ട് കയറി വന്നത്. അവൾ വന്നപ്പോൾ ഈ പുള്ളിക്കാരി മോളും ഉണ്ട്. അവർ പെട്ടെന്ന് സൻഹയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് പുള്ളിക്കാരി മോളോട് പറയുന്നു, ചേട്ടനെ വിളിയെന്ന്. അങ്ങനെ ഉറക്കെ വിളിച്ചപ്പോൾ അവൻ കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൾ സൻഹയും ഈ അനിയത്തിയും കൂടെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ എന്തായാലും ഇവർ 3 പേരിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ജുവാൻ്റെ പപ്പ പറയുന്നത്, നീ എന്താ ഇവിടെ നിൽക്കുന്നേ, ഞാൻ ഇവിടെ നിന്നോളാം. ഇല്ലേ പുള്ളിക്കാരി ഉറക്കത്തില്ലേ, പുള്ളിക്കാരി ഞാൻ ഓടിയാന്ന്. എന്തായാലും ഞാനേ പാത്രം കഴുകാമെന്നും പറഞ്ഞ് ജുവാനും അവിടെ നിൽക്കുന്നു. സൻഹയാണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്നാ നിങ്ങളെ വിളിച്ചില്ലേ, നിങ്ങളോട് ഇനി മേലെ എന്നെ വന്ന് കാണരുതെന്ന് അപ്പ പറഞ്ഞതല്ലേന്ന്. അപ്പോൾ അനീത്തി അവിടെ നിന്നുകൊണ്ട്, അമ്മ എന്നാ ചേട്ടൻ ഇങ്ങനെ എന്നുള്ള രീതി അമ്മയുടെ അടുത്തോട്ട് ഇങ്ങനെ നീങ്ങുമ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇല്ലടാ, നീ ആദ്യമായിട്ടല്ല നിൻ്റെ ചേട്ടനെ കാണുന്നത്, അതിൻ്റെയാന്ന് കൊച്ചിനോട് പറയുന്നു. പുള്ളിക്കാരി അവനോട്, നീ ഇവളുടെ നിഷ്കളങ്കത്വം കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഓ കണ്ടെങ്കിൽ. അപ്പോൾ അവൻ ജുവാനെ വിളിച്ചിട്ട്, നിനക്ക് ഇവളെ ഒന്ന് വെളിയിൽ കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്നു. അവൾ പിന്നെ എന്നാന്നും പറഞ്ഞോണ്ടാ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വെളിയിൽ പോയി അവൾക്ക് ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടെ ഇരിക്കുമ്പോൾ അനീത്തി കൊച്ച് അവളോട് ചോദിക്കുന്നുണ്ട്, ഒരെണ്ണം എൻ്റെ ചേട്ടനും കൂടെ വാങ്ങുമോയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് നിൻ്റെ ചേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാ? എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അവർ 2 പേരും എന്നെ ഇട്ടിച്ച് പോകുമ്പോൾ, മീൻസ് മരിച്ചു പോയി കഴിയുമ്പോൾ എൻ്റെ ചേട്ടനെ എന്നെ നോക്കാൻ കാണത്തുള്ളൂ എന്ന്. ഓ അങ്ങനെയൊന്ന് ജുവാനും. പിന്നെ കൊച്ച് അവളോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞങ്ങളുടെ കൂടെ വരുന്നോ? എങ്ങോട്ട്? ഇല്ല, അതൊരു സീക്രറ്റാ. പറയുന്നേ. അങ്ങനെ പറഞ്ഞിട്ട് ആ കൊച്ച് പറയുന്നുണ്ട്, ഞാനും ചേട്ടനും അമ്മയും കൂടെ സോളിലേക്ക് പോവാം, വേറെ സ്ഥലം, സിറ്റിന്ന് ഞാൻ നേരത്തെ എപ്പിസോഡ് പറഞ്ഞിട്ടില്ലേ, അവിടേക്ക് പോവാ. അത് കേട്ടിട്ട് അവളൊന്നും ഞെട്ടുന്നുണ്ടെങ്കിലും ആ കൊച്ചിനോടൊന്നും പറയുന്നില്ല. എന്തായാലും ഇവിടെ സൻഹയും അമ്മയും കാണിക്കുമ്പോൾ
സന്ധ്യ പുള്ളിക്കാരോട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ മര്യാദയ്ക്കാണ് ജീവിക്കുന്നത്, നിങ്ങളോട് എന്നെ വന്ന് കാണരുതെന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റായിട്ട് ജീവിക്കുന്നത് തന്നെയാണ് നമുക്ക് രണ്ടിനും നല്ലത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ കോളേജ് ഞാൻ ഇവിടെ തീർത്തോളാം, മതിയല്ലോ, എനിക്കിവിടെ മതി എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഹേജുവിനും അവൻ്റെ ക്ലാസ് കഴിഞ്ഞ് കയറി വരുന്നത്. അവൻ വാതിൽക്ക് വന്നപ്പോൾ ഇവർ രണ്ടും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടപ്പോൾ പെട്ടെന്ന് അവൻ്റെ അമ്മയെ ഓർക്കും. അതങ്ങനെയാണല്ലോ, ഇപ്പം സൻഹയുടെ അമ്മ അവൻ എപ്പോൾ കാണുമ്പോഴും അവൻ്റെ അമ്മയാണ് ഓർക്കുന്നത്. എന്തായാലും ഇവിടെ സൻഹയുടെ അമ്മ അവനോട് പറയുന്നു, എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ. അത് കേട്ട് അവൻ, വേണമെന്നില്ല, നിങ്ങളൊന്ന് പോയി തരുമോ, അതാണ് എനിക്കിപ്പോൾ വേണ്ടത്. നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടോ, എനിക്കെന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, എനിക്ക് വേണ്ടത് നിങ്ങളൊന്ന് പോയി തരണം, അത്രയേ ഉള്ളൂ, പോ. ജുവാൻ്റെ പപ്പയ്ക്ക് റെസ്റ്റോറൻറ്റ് ഇനിയും തുറക്കാനുള്ള രാത്രിത്തേക്ക് ഒന്നിറങ്ങി പോവാമോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയുമ്പോൾ അവനങ്ങ് എണ്ണീറ്റ് പോകുന്നു. ഹേജുനാണ് അങ്ങോട്ട് കയറി വന്ന് അവൻ്റെ കൈക്ക് പിടിക്കുന്നത്, വിടറാന്നും പറഞ്ഞ് അവൻ അങ്ങ് ഇറങ്ങി പോകുന്നു. ഹേജുനാണേലും അവൻ്റെ പുറകെ പോയിട്ട്, എടാ നീ നല്ല മൂഡിലല്ലെങ്കിൽ ഞാൻ പുള്ളിക്കാരോട് ഇനിയും പിന്നെ എപ്പോഴേലും വരാൻ വേണ്ടി പറയാവിടാന്ന് പറഞ്ഞു. അത് കേട്ട് സന്ധ്യ, എടാ നിനക്കെന്നാ, നിന്നോട് ഞാൻ ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞാൽ പോരെ, ഇനിയും പറയണോ, എനിക്ക് പുള്ളിക്കാരോട് സംസാരിക്കേണ്ടെന്ന് നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു, നിനക്കെന്നാടാ, നിൻ്റെ അമ്മ നിന്നോട് കള്ളം പറഞ്ഞു പോയി എന്നും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ എന്നെ വേണം, നിൻ്റെ അമ്മ ഇനിയും വരുവാണെങ്കിൽ പുള്ളിക്കാരോട് നീ നന്നായിട്ടൊക്കെ പെരുമാറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇത്രയും കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ഹേജുൻ, എൻ്റെ അമ്മ കള്ളമൊന്നും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൂടെ അവിടെ കിടന്ന് അടി തുടങ്ങി. അങ്ങോട്ടിടിക്കുന്നു ഇങ്ങോട്ടിടിക്കുന്നു, രണ്ടെണ്ണത്തിൻ്റെ വായിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ രക്തവും വരുന്നുണ്ട്. ഇവരിറങ്ങിപ്പോയ ഇടയ്ക്ക് തന്നെ ജുവാൻ്റെ പപ്പ സന്ധ്യയുടെ അമ്മയോട് പറയുന്നുണ്ട്, അവന് ഒരു സ്കോളർഷിപ്പ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കും, അതിൻ്റെ ഒരു ടെൻഷൻ്റെ പുറത്തായിരിക്കും ഇത്രയും ദേഷ്യത്തോടെ സംസാരിച്ചത്, മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് സംസാരിച്ച് അവനൊന്ന് ഓക്കെ ആയിട്ട് സംസാരിക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പറയുന്നു, ഞാൻ അവൻ്റെ അമ്മയാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്ന് വന്നിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവനോട് സംസാരിച്ചാൽ കാര്യം നടക്കത്തില്ലല്ലോ, അവനാണ് സോളിലോട്ട് പോകണം എന്ന് ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടുമില്ല, പിന്നെ നിങ്ങൾ പെട്ടെന്ന് വന്ന് അവനെ അങ്ങോട്ട് കൊണ്ടുപോയി അവൻ ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അതെ, നിങ്ങൾ അവനെ വളർത്തിയെന്നൊക്കെ ഉള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ അവൻ്റെ അമ്മയാണ്. ആയിക്കോട്ടെ, പക്ഷേ അവനോട് മര്യാദയ്ക്ക് ചോദിച്ച് അവൻ എന്താണ് വേണ്ടതെന്നനുസരിച്ചല്ലേ ഒരു അമ്മ പ്രവർത്തിക്കണ്ടേ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഹേജുവിനും സൻഹയും കൂടെ വെളിയിൽ കിടന്ന് അടിയുണ്ടാക്കിയത്. ആ ശബ്ദം കേട്ടുകൊണ്ട് വെളിയിൽ ഇറങ്ങി പോവുകയും ചെയ്തു. ഇവന്മാർ അടിയുണ്ടാക്കി സൻഹയെ താഴെ വീണപ്പോൾ തന്നെ ജുവാൻ്റെ പപ്പയും അവൻ്റെ അമ്മയും വന്നു, ജുവാനും വന്നു, അവൻ്റെ അനിയത്തിയും വന്നു. എല്ലാവരും വന്നപ്പോൾ ഇവൻ താഴെ കിടക്കുന്നു, രണ്ടും കൂടെ കിടന്ന് അടിയുണ്ടാക്കി. എന്നിട്ട് സൻഹ അവനോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടെണ്ണം കൊച്ചിലെ തന്നെ നമ്മുടെ രണ്ടുപേരുടെ അമ്മമാരിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയുന്നു. അത് കേട്ട് എല്ലാവരും ഒന്ന് ഇതാവുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് ഹേജുൻ അവനെ പിന്നെ അടിക്കാൻ പോകുമ്പോൾ അവൻ്റെ അനിയത്തി വന്നിട്ട്, സൻഹയുടെ അനിയത്തി വന്നിട്ട്, എന്നാ ചേട്ടനെ തല്ലല്ലെന്ന് പറഞ്ഞ് മാറ്റുന്നു. ജുവാൻ്റെ പപ്പായ അവന്മാർ മാറ്റാൻ നോക്കി അങ്ങോട്ട് ചെന്നപ്പോൾ സൻഹയുടെ അമ്മ പറയുന്നു, നിങ്ങൾ ഇവന്മാരെ രണ്ടെണ്ണത്തിന് സെൽഫ് കൺട്രോൾ ഇല്ലാതെ വളർത്തിയേക്കുന്നതെന്ന് പറഞ്ഞ് കുറ്റം പറയുന്നു. എന്തായാലും അതിന് ശേഷം എല്ലാത്തിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. അടുത്ത എല്ലാം കഴിഞ്ഞ് രാത്രി 5 പേരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ സൻഹയുടെ പപ്പയ്ക്ക് ഇവിടെ എന്നെ സംഭവിച്ചൊന്നും അറിയത്തില്ലല്ലോ. പുള്ളി ജുവാനോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്, എന്നാ പ്രശ്നം, യവന്മാരടി ഉണ്ടാക്കി എന്നവൾ ആംഗ്യം കാണിച്ച് പറയുന്നുണ്ട്. അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം സത്യം പറഞ്ഞാൽ തിന്നാണ് തീർക്കുന്നത്. അവന്മാരെന്തായാലും കുറച്ച് തിന്നിട്ട് രണ്ടെണ്ണം എണ്ണീറ്റ് പോകുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ജുവാൻ്റെ പപ്പ സൻഹയുടെ പപ്പയോട് പറയുന്നുണ്ട്, ഇവന്മാരുടെ ഈ പെരുമാറ്റം കണ്ട നാട്ടുകാർ പറയും ഇവന്മാർ അമ്മയില്ലാതെ വളർന്നുകൊണ്ടാണ് ഇങ്ങനായി പോയേന്ന്. അടുത്ത സീനിൽ അവളുടെ കൂട്ടുകാരി ഡാലിനോട് സംസാരിക്കുന്നതാണ്, നിനക്കറിയാമോ, ഒരാഴ്ച ഞാൻ മര്യാദയ്ക്കൊന്നിരുന്ന് കഴിച്ചിട്ട്, ഇന്നലെ എന്നെ ഉണ്ടായെന്ന് നിനക്കറിയാമോ, എനിക്കാണെങ്കിൽ പപ്പ ഫ്രൈഡ് ചിക്കൻ വാങ്ങാൻ വേണ്ടി പൈസ തന്നു, ഞാനാണെങ്കിൽ അവന്മാരുടെ അടുത്ത് ചെന്ന് നിനക്കൊക്കെ ഏതാ വേണ്ടേ, ഫ്രൈഡ് ആണോ മീൻസ് സ്പൈസി ആണോ വേണ്ടേ, സ്വീറ്റ് ആണോ വേണ്ടതെന്ന് ചോദിച്ചു. അവന്മാർ രണ്ടും എന്നെ ഇട്ട് വട്ട് കളിപ്പിച്ചു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് എത്ര വട്ടം ഓടിയെന്നറിയാവോ. ഒരുത്തൻ ഒന്ന് പറയും, മറ്റൊരുത്തൻ വേറെ പറയും. അത് തന്നെ തുടർന്ന് എന്നെ ഒരുമാതിരി വട്ട് കളിപ്പിച്ചു. അങ്ങനെ അവൾ മടുത്ത കാര്യം അവളോട് പറയുന്നു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എങ്ങനെയും ഹേജുവിൻ്റെ ബർത്ത്ഡേക്ക് മുമ്പ് ഇവന്മാരുടെ രണ്ടിൻ്റെ അടി മാറ്റണം, ഇല്ല ശരിയാവത്തില്ല. അങ്ങനെ അവൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പ്രപ്പോസ് ചെയ്ത പയ്യൻ കയറി വന്നിട്ട് അവളോട് എന്തുവാ ഒരു പാർക്കിലോ എന്ത് സംഭവമുണ്ട് അവിടെ ടിക്കറ്റ് കൊടുത്തിട്ട് നീ എൻ്റെ കൂടെ വരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത്. ആദ്യം അവൾ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തോ ഒരു റൈഡുണ്ട്, അത് പോകുന്നത് നല്ല രസമാണ്. അപ്പോൾ അവൾ ഓർത്തു
അത് ഞാൻ ഓടിച്ചിട്ട് പുറകിൽ ഹേജുവിനെയും സൻഹയെയും വെച്ച് അവന്മാർ അത്രയും സമയം ഇരുന്ന് സംസാരിക്കട്ടെ, അവന്മാരുടെ പ്രശ്നം തീർക്കട്ടെ എന്നൊക്കെ അവൾ പ്ലാൻ ചെയ്ത്. എന്തായാലും അവന്മാരെ കൊണ്ടുപോകണമല്ലോ സൻഹയെ ഹേജുവിനെ. അതിനുവേണ്ടി അവൾ ക്ലാസ്സിൽ നിന്ന് അപ്പോഴേ ഓടി ഹേജുവിൻ്റെ സൻഹയുടെ അടുത്തോട്ട് ചെന്ന് ഇതിൻ്റെ കാര്യം പറഞ്ഞ് ഓക്കെ ആക്കുന്നു അവന്മാരെ കൊണ്ട്. ഡാലിനോടും അവൾ പറയുന്നുണ്ട് നീയും കൂടെ വാ എന്നൊക്കെ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് വീക്കെൻഡ് ആവുന്നുണ്ട്. വീക്കെൻഡ് ഡാൽ അവളുടെ അമ്മയോട് കള്ളം പറഞ്ഞാണ് വരുന്നത്. അവളുടെ അമ്മയോട് സത്യം പറഞ്ഞാൽ അവളുടെ അമ്മ വിടത്തില്ലാത്തതുകൊണ്ട് അവൾ കള്ളം പറഞ്ഞ് അല്ലാതെ കമ്പൈൻ സ്റ്റഡിക്കാന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി. ജുവാനും അവന്മാരെ വിളിച്ച് ഇറങ്ങിയായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആ സ്കൂളിലുള്ള എല്ലാ പിള്ളേരും ഉണ്ട്. ആക്ച്വലി ഇവന്മാരുണ്ട് നല്ല ഹാൻസം ആയതുകൊണ്ട് പെൺപിള്ളേർക്കെല്ലാം വായി നോക്കി നടക്കുന്ന ഇവന്മാരെയാണ്. ഇവന്മാരും കൂടെ ഇവന്മാരിവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇവന്മാർ വന്നത്. സംഭവം ജുവാൻ്റെ വായം തന്നെ പോയതാണ്. ജുവാൻ അന്ന് ഇവന്മാരോട് ഇക്കാര്യം പറയാൻ പോയെന്ന് ഡാലിനോട് ഞാൻ അവന്മാരെയും കൂടെ കൂട്ടാൻ വേണ്ടി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഓടിപ്പോവും. ഇത് പറഞ്ഞത് ക്ലാസ് മൊത്തം കേട്ടായിരുന്നു. അപ്പോൾ പെൺപിള്ളേരെല്ലാം കൂടെ അല്ലാതെ മെസ്സേജ് അയച്ച് ഹേജുവിനും സൻഹയും ഇന്നടുത്ത് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെല്ലാം കൂടെ അങ്ങനെ കൂടിയതാണ്. എന്തായാലും ഹേജുവിനും സൻഹയും ഇനിയും അടി കഴിഞ്ഞ് മിണ്ടുവോ എന്തോ, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടാൽ പോരെ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും കൂടി ഇട്ടേക്ക്.